പുസ്തകത്താളുകളിലെ അക്ഷരക്കോനുകളിൽ അറിവിന്റെ മറുകര തേടാൻ അംഗം കുറിക്കുന്ന ഒരു പകൽ നിറവിൽ കണ്ണു തുറന്ന് ചെവികൾ കൂർപ്പിച്ച് ചുറ്റുവട്ടത്തു നിന്നും പഠനം തുടങ്ങണമെന്ന ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി, ചരിത്ര ക്ലബ്, ഗ്രീൻ മൗണ്ട് ഇക്കോ ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ചർച്ചാവേദിയായ മാന്തോട്ടക്കൂട്ടമാണ് ചർച്ച സംഘടിപ്പിച്ചത്. ഞങ്ങൾക്കു മുൻപേ ഇതുവഴി നടന്നുപോയവർ നട്ടുവളർത്തിയ മാവുകളുടെ ചുവട്ടിലിരുന്ന് കുംഭവെയിലിന്റെ ചൂടിനൊപ്പം തലയിൽ നിറയുന്ന പരീക്ഷാ ചൂടിനെ ഭയക്കാതെ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പൂർവ്വ വർത്തമാന ദിനങ്ങൾ ചർച്ച ചെയ്തു. ചരിത്രരേഖകളിലെയും പുസ്തകത്താളുകളിലെയും അന്വേഷണങ്ങൾ, ചിന്തകൾ, സംവാദങ്ങൾ. ഒടുവിൽ ഞങ്ങൾ നടന്നു തുടങ്ങി ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ആത്മാവിലേക്ക്, നാട്ടുവഴികളിലൂടെ. നിലമുഴുത് മനം വിതച്ച് വിയർപ്പൊഴുകി പൊന്നു കൊയ്ത് തലമുറകൾ നെയ്തെടുത്ത ഗ്രാമചരിതം കണ്ടറിയാൻ. നിലമുഴുത് മനം വിതച്ച് വിയർപ്പൊഴുകി പൊന്നു കൊയ്ത് തലമുറകൾ നെയ്തെടുത്ത ഗ്രാമചരിതം കണ്ടറിയാൻ. ഉഷസ്സിലുണരും പൊൻകതിരോൻ തഴുകും ഹരിത തരുനിരകൾ, മലർവനങ്ങൾ നിറപറകൾ കണ്ടറിയാൻ, കേട്ടറിയാൻ. പടയണികൾ കോലം തുള്ളും അമ്പലത്തറ താളമേളം, പെരുന്നാളിൻ വാദ്യഘോഷം കൊടിയേറ്റുന്നൊരു ഗ്രാമം. നാട്ടുകൊട്ടഴയറിയാൻ, നാട്ടുമണ്ണിൻ മണമറിയാൻ, നമ്മെ നാം തിരിച്ചറിയാൻ, നാം ഒരുമിച്ചൊരു യാത്ര, നാം ഒരുമിച്ചൊരു യാത്ര, നാം ഒരുമിച്ചൊരു യാത്ര. സഹ്യമലനിരകളെ തഴിയെത്തുന്ന മന്ദവായതിനോട് അച്ചൻകോവിലാറ്റിലെ ചിറ്റോളങ്ങൾ കിന്നാരമോതുന്ന മർമ്മരങ്ങൾ ശ്രവിച്ച് ഉറങ്ങിയുണിരുന്ന ഒരു ഗ്രാമം. ശരണമന്ത്രങ്ങളാലും വഞ്ചിപ്പാട്ടിനാലും സമ്പന്നമായ പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത്. വള്ളിക്കാടാവാം പിന്നീട് വള്ളിക്കോടായത്. ഇവിടെയാണ് ഞങ്ങളുടെ സ്കൂൾ. കയ്പ് അഥവാ ദുഃഖമില്ലാതായ ഊരോ, കൈപ്പട്ടിന്റെ ഊരോ എന്ന് സ്ഥലനാമ നിഷ്പത്തി അന്വേഷിക്കുന്നവർ സന്ദേഹിക്കുന്ന കൈപ്പട്ടൂർ എന്ന സ്ഥലത്തെ പ്രധാന വിദ്യാലയം. ഇവിടെ തുടങ്ങി വള്ളിക്കോട് പഞ്ചായത്തിന്റെ ചരിത്രമാണ് ഞങ്ങൾ അന്വേഷിച്ചത്. അച്ചൻകോവിലാറ് അതിരിടുന്ന കാർഷിക പ്രധാനമായ വള്ളിക്കോടിന് അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഏറെ പഴക്കമുള്ള ആരാധനാലയങ്ങളും കർമ്മധീരരായ ചരിത്ര പുരുഷന്മാരുടെ സാന്നിധ്യവും ഈ നാടിനെ ധന്യമാക്കിയിട്ടുണ്ട്. പുരാതന ശിലായുഗ സംസ്കാരത്തിന്റെ പ്രതീകമായ കൽമഴു കേരള ഗസറ്റിയറിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും പഠനസംഘം കൈപ്പട്ടൂരിൽ കണ്ടെത്തിയതായി 1979 ഏപ്രിൽ 14 കേരള കൗമുദി ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മുൻകാലത്ത് കുന്നത്തൂർ താലൂക്കിന്റെ ഭാഗമായിരുന്ന വള്ളിക്കോട് വില്ലേജിൽ വില്ലേജ് യൂണിയൻ നിലവിൽ വന്നത് 1951 7 അംഗങ്ങൾ ഉണ്ടായിരുന്ന സമിതിയുടെ പ്രസിഡന്റ് കൈനിക്കര ഇല്ലത്ത് ഡി ദാമോദരൻ പോറ്റിയായിരുന്നു. 1963 വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നു. ശ്രീ CK ശശാങ്കൻ നായരായിരുന്നു പ്രസിഡന്റ്. ശ്രീ TR ചന്ദ്രശേഖരൻ നായരാണ് ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. 1952 വള്ളിക്കോട് വില്ലേജ് ആസ്ഥാനമാക്കി രൂപീകൃതമായ ഒരു പ്രദേശമാണ് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത്. കാർഷിക പ്രാധാന്യമുള്ളൊരു പഞ്ചായത്താണ് വള്ളിക്കോട്. വളരെ കൂടുതൽ പാടശേഖരങ്ങൾ, 10ലധികം പാടശേഖരങ്ങൾ, 200 ഹെക്ടർ നെൽകൃഷി തന്നെയുള്ള ജില്ലയിലെ 2 അപൂർവം പഞ്ചായത്തുകളൊന്നാണ്. അതുപോലെ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയർന്ന നിലവാരം പുലർത്തുന്ന ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് വള്ളിക്കോട്. അതുപോലെ തന്നെ വിവിധ മതങ്ങളിൽ വളരെ സാഹോദര്യവും ഒക്കെ ആയിട്ടുള്ള ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും വളരെ സൗഹാർദ്ദപൂർവ്വം പ്രവർത്തിച്ചിരുന്നൊരു പ്രദേശമാണ് വള്ളിക്കോട്. ഇപ്പോഴും പ്രവർത്തിക്കുന്ന പ്രദേശമാണ് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രദേശം. പഞ്ചായത്തിന്റെ പൊതുവായ പ്രവർത്തനം ഇന്ന് അധികാര വികേന്ദ്രീകൃത ആസൂത്രണ രീതിയിലൂടെ 1996 നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്ന ജനകീയാസൂത്രണ പ്രവർത്തനത്തിലൂടെ പഞ്ചായത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, അധികാരം താഴെത്തട്ടിലെന്ന് പറഞ്ഞാൽ ഗ്രാമസഭയിലൂടെ വരുന്ന നിർദ്ദേശങ്ങൾ, നാടിന്റെ വികസനങ്ങളിൽ നിലനിൽക്കുന്ന വികസന പോരായ്മകൾ,
അധികാരത്തിന്റെ താഴെത്തട്ടിൽ നിന്നും ജനങ്ങളുടെ സഭയിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ നാടിന്റെ വികസന രംഗത്ത് ചർച്ച ചെയ്ത് ആ പ്രോജക്റ്റുകളാക്കി നടപ്പിലാക്കി വരുന്നു. നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ തന്നെ ഒരുപക്ഷേ ഈ തിരുവിതാംകൂറിന്റെ മധ്യമേഖലയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച സ്കൂളാണ്. അതുപോലെ തന്നെ വള്ളിക്കോട് ഗവൺമെന്റ് LP സ്കൂൾ എന്ന് പറഞ്ഞാൽ 110 വർഷം പഴക്കമുള്ള ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പ്രൈമറി സ്കൂളാണ്. സാംസ്കാരിക രംഗത്ത് എൻ്റെ 7 ഗ്രന്ഥശാലകൾ തന്നെ ഗ്രന്ഥശാലാ സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഈ ഗ്രാമപഞ്ചായത്തിൽ. നെല്ല്, തെങ്ങ്, മരച്ചീനി, കരിമ്പ്, കുരുമുളക്, വാഴ, ചേന, കാച്ചിൽ, ഇഞ്ചി തുടങ്ങിയ വിളകൾ ഇവിടെ ധാരാളമായി കൃഷി ചെയ്തിരുന്നു. രാസവള പ്രയോഗം കൂടാതെ ഇവിടെ വിളഞ്ഞിരുന്ന ഭക്ഷ്യവിളകൾ കായംകുളം, പറക്കോട് തുടങ്ങിയ കമ്പോളങ്ങളിൽ വിറ്റഴിച്ചിരുന്നു. വർത്തമാനകാലത്ത് ഭക്ഷ്യവിളകളിൽ നിന്നും ദീർഘകാല നാണ്യവിളകളിലേക്ക് കർഷകർ മാറി തുടങ്ങി. ഭക്ഷ്യവിളകൾക്കുണ്ടായ വിലയിടിവ്, കാർഷിക മേഖലയിൽ കർഷക തൊഴിലാളികൾക്കുണ്ടായ ആഭിമുഖ്യക്കുറവ്, ഏകീകൃത സ്വഭാവമില്ലാത്ത കൂലി നിരക്ക്, വളങ്ങളുടെ വിലക്കയറ്റം, ഇതര ജോലികൾ തേടാനുള്ള കർഷകരുടെ താൽപര്യം തുടങ്ങിയവയാണ് ഈ മാറ്റത്തിന് പ്രേരണ. ഇവിടെ ഏറെ പ്രചാരവും അംഗീകാരവും ഉണ്ടായിരുന്ന കൃഷിയാണ് കരിമ്പ്. ഇന്ന് കരിമ്പ് കൃഷി റബ്ബർ കൃഷിക്ക് വഴിമാറിയിരിക്കുന്നു. ചില കരിമ്പ് പാടങ്ങളിൽ എണ്ണപ്പനയും കൃഷി ചെയ്തു വരുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന വാഴമുട്ടം ശർക്കര വളരെ പ്രസിദ്ധമായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിൽ മേലായി എനിക്ക് കരിമ്പ് കൃഷി ഉണ്ടായിട്ട് ഈ ഭാഗങ്ങളെല്ലാം കരിമ്പായിരുന്നു. ഇപ്പം കരിമ്പ് മറ്റാർക്കും ഇല്ല. ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൃഷി ചെയ്യാനുള്ള ആൾക്കാരെ കിട്ടാൻ പാടാ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാടാണ്. പിന്നെ എനിക്കിന്നെ സ്വന്തമായിട്ട് ചക്കുണ്ട്. അത് ഉണ്ടായതിന്റെ പേരിൽ ഞാൻ 2.5 ഏക്കർ ഭൂമി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം വെട്ടാറായി കിടക്കും. ഇപ്പോഴും ആളിനെ കിട്ടുന്നില്ല. അപ്പുറത്തിരിപ്പുണ്ട്, അത് എടുത്തിട്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. നെല്ല് കൃഷി ചെയ്തിരുന്ന ഇവിടം എണ്ണപ്പന കൈയടക്കി. മനുഷ്യന്റെ സുഖലോലുപതയും കീശയുടെ ഭദ്രതയും റബ്ബർ അടക്കമുള്ള ഇതര ഏകവിള കൃഷികളിലേക്ക് അവന്റെ ശ്രദ്ധ തിരിച്ചു എന്ന് പറയാം. ഇത് അച്ചൻകോവിലാറ്, ഈ പ്രദേശത്തിന്റെ ജീവനാഡി. ഇന്ന് മനുഷ്യരുടെ ക്രൂരത മൂലം ഈ നദി മരിക്കുകയാണ്. കേരളത്തിലെ പ്രധാന നദികളിൽ ഒന്നാണ് അച്ചൻകോവിൽ എന്ന് പറയാം. ഈ ഗ്രാമത്തിന്റെ ഫലഭൂയിഷ്ഠതയും ധന്യതയും ഈ നദി തന്നെ. ഇന്ന് ഈ നദി അലമുറയിടുകയാണ്. നെഞ്ചുകേറി മണൽ വാരുന്നവർ നദിയുടെ അവസാന ശ്വാസം ശ്രവിക്കാൻ ആർത്തിയോടെ എത്തി നിൽക്കുന്നു. തിട്ടയിടിച്ചിൽ, മാറിയൊഴുക്കൽ, ഗർത്തങ്ങൾ, വർത്തമാനത്തിൽ തന്നെ ചരിത്രമാകാൻ മാത്രം പോകുന്ന ഒരു നദിയുടെ തേങ്ങലുകൾ നാം തിരിച്ചറിയണം. പാറകളും കുന്നുകളും നിറഞ്ഞതാണ് ഈ ഗ്രാമം. മൂർത്തിമുരിപ്പ്, കാഞ്ഞിരപ്പാറ, പനയക്കുന്നിൽ മുരിപ്പ്, പള്ളിമുരിപ്പ്, വട്ടമുരിപ്പ്, മഞ്ഞുംകുന്നിമല, കുട്ടിക്കുന്ന്, കാരക്കാട്ടുമല എന്നിങ്ങനെ പേരുവിളി